ഫ്രഷ് മീൻ കഴിക്കുക അതിനെന്തോ ഗുണമുണ്ടെന്ന് ചിന്തിക്കുന്ന മലയാളിയാണ്. ഓക്കെ. പക്ഷെ ഒരു സാധനവും നമുക്ക് ഒരു ജീവിനെയും നമുക്ക് ചത്താൽ അപ്പം തന്നെ തിന്നാൻ പറ്റില്ല. ദ ഫ്ലഷ് ഈസ് സ്റ്റിൽ ഫ്ലഷ്, അല്ലെങ്കിൽ മസിലാണ്. ഈ മസിലിന് നാച്ചുറൽ ഡീകമ്പോസിഷൻ കഴിയുമ്പോഴാണ് മസിൽ ആക്ച്വലി സോഫ്റ്റ് ആകുന്നത്. ഇന്നലെ ഞങ്ങൾ കൊണ്ടുവന്ന മീൻ എന്ന് പറയുന്നത് ഏതാണ്ട് 70 മണിക്കൂർ പഴകിയ മീനാണ്. ആ മീൻ ഞാൻ തന്നെ ബുച്ചർ ചെയ്ത് ക്ലീൻ ചെയ്ത് നാവിൻ്റെ മുകളിൽ വെച്ച് അമർത്തേ വേണ്ടു. ഇറ്റ് മെൽസ്. പക്ഷെ അത് കേടായ മീനല്ല. സി, അപ്പോൾ അതേ മീൻ നിങ്ങളിപ്പോൾ വെള്ളത്തിൽ നിന്ന് പിടിച്ച അപ്പം തന്നെ വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റബ്ബർ മിഠായി ഓടണ പോലെ വായ കൂടെ ഓടിയാണ്. പക്ഷേ നമ്മൾ ഇതിനെ നേരെ തിരിച്ചാണ് ഇതിന് വ്യാഖ്യാനിക്കാറുള്ളത്. ഇതിപ്പോൾ പിടിച്ച പെടക്കന മീന എന്ന് പറയും, മറ്റേന്ന് പറയും ബ്രോ പുറംകടലിൽ നിന്ന് വരുന്നല്ലോ, ഇത്രയും സമയം എടുത്തുള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ തന്നെ തിരിച്ചു വരാം. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പം പിടിക്കുന്ന മീനിനാണ് ടേസ്റ്റ് ഇല്ലാതെ. അതിൽ രണ്ട് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ പിടിച്ച മീനിനെ ഇപ്പൊ തിന്നുക എന്ന് പറയുന്നത് അത് നമ്മൾ ഫ്രഷ്നെസ് കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം മലയാളിക്ക് ഒരു സന്തോഷം വരുന്നത് ഈ സാധനത്തിന് ഇപ്പൊ പിടിച്ചിട്ടുള്ളൂ, ഇപ്പൊ തിന്നുമ്പോൾ എനിക്കൊരു സുഖം കിട്ടി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ചെല്ലാനത്ത് മീൻ പിടിക്കാൻ പോയപ്പോൾ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും ഇതായിരുന്നു. മീൻ പിടിച്ച് കഴിഞ്ഞാൽ ഇവർ ജീവനോടൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ച് കയറ്റി ഒന്നെങ്കിൽ സൈഡിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കുന്നു. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ പോണ സമയം വരെ ഈ മീൻ ഫ്രഷ് ആയിരിക്കുമല്ലോ, കാരണം നമുക്ക് പെടയില്ല. ദാറ്റ് ഈസ് എ ഡമ്മസ്റ്റ് തിങ് യു ക്യാൻ ഡു.